അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും നാം ഓരോ അറിവുകൾ മുടങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഇൽമാനി ഫഇൽമുൻ ഫീ ഖൽബിഹി ഫദാഖൽ ഇൽമു അന്നാഫിഉ വഇൽമുൻ അലൽ ലിസാനി ഫദാക ഹുജ്ജത്തുല്ലാഹി അല ഇബ്നു ആദം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇൽമു രണ്ട് തരമാണ്. ഒന്ന് മനസ്സിൽ ഇറങ്ങുന്ന അറിവ്, അതായത് പ്രയോജനപ്രദമായ അറിവ്. രണ്ട് നാവിൽ മാത്രം ഒതുങ്ങുന്ന അറിവ്, അതനുസരിച്ചുള്ള ജീവിതമോ ഇഖ്ലാസോ ഇല്ലാത്ത അറിവ്. ഇത് മനുഷ്യന് എതിരായി തെളിവ് നൽകുന്ന അറിവാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അറിവ് രണ്ട് രീതിയിലാണ്. ഞാനും നിങ്ങളും ഒരുപാട് അറിവ്, ഏകദേശം 100 ദിവസമായിട്ട് പല പല അറിവുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറിവ് രണ്ട് രീതിയിലാവുള്ളത്. ഒന്ന് ഹൃദയത്തിൽ ഇറങ്ങി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അറിവ്. രണ്ടാമത്തെ അറിവ് വെറും നാവിൽ മാത്രം ഒതുങ്ങും, അതനുസരിച്ചുള്ള ജീവിതമോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള അറിവ്, നാവിൽ മാത്രമുള്ള അറിവ് നാളെ മനുഷ്യന് എതിരായിട്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കും. അതായത് അറിവുള്ളതിനോടു കൂടി എന്തുകൊണ്ട് നീ അത് പ്രവർത്തിച്ചില്ല എന്ന് നാളെ അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കുന്ന അറിവുകൾ, ഓരോ ഹദീസുകളിൽ ഓരോ ദിവസവും നാം 10 മിനിറ്റ് ഇൽമു പഠിക്കാൻ മാറ്റിവെക്കുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ പഠിച്ച ഇൽമു പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും കണക്കു പറയേണ്ടി വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു യഖൂലു സമിഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ വഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഞാൻ കേട്ടു, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് ദീനിൻ്റെ ഗ്രാഹ്യം കനിഞ്ഞരുളുന്നതാണ്. അള്ളാഹു ആ മനുഷ്യന് ഇൽമു കൊടുക്കും. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ പടച്ചവൻ കൊടുക്കുക. ഒരാൾക്ക് നന്നാവാൻ, ഒരാൾ നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു മനുഷ്യന് ഇൽമു കൊടുക്കുമെന്ന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു ഇൽമു പഠിക്കാൻ നമുക്ക് അള്ളാഹു 100 ദിവസമായി മുടങ്ങാതെ ഈ ഇൽമു പഠിക്കാൻ അള്ളാഹു നമുക്കൊരു അവസരം തരുന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹു നമ്മളിൽ നന്മ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ ആ കേട്ടുന്ന അറിവ് കളയുമ്പോൾ പിന്നെ കേൾക്കാത്തവരും കേട്ടവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അശ്റാത്തി സാഅതി അൻ യുർഫഉൽ ഇൽമു വയസ്ബുത്തുൽ ജഹ്ലു വയുശ്റബുൽ ഖംറു വയൽഹറു സിന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇൽമു ഉയർത്തപ്പെടലും വിവരക്കേട് പരക്കലും കള്ളു പരസ്യമായി കുടിക്കപ്പെടലും വ്യഭിചാരം പ്രചരിക്കലും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൽമു ഉയർത്തുക എന്ന്. കള്ളുകുടിയും വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇൽമു പഠിക്കുന്നു, ഇൽമു
പഠിക്കാൻ സമയം മാറ്റിവെക്കുന്നു. അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ജാഅ മസ്ജിദി ഹാദാ ലം യഅതീഹി ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വമൻ ജാഅ ലിഗൈരി ദാലിക ഫഹുവ ബിമൻസിലത്തിൽ റജുലി യൻളുറു ഇലാ മതാഇ ഗൈരിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഞാൻ കേട്ടു, ആരെങ്കിലും എൻ്റെ മസ്ജിദുൻ നബവിയിലേക്ക് നന്മ പഠിക്കുവാനോ നന്മ പഠിപ്പിക്കുവാനോ വേണ്ടി മാത്രം വന്നാൽ അവന് പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ്റെ സ്ഥാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മസ്ജിദുൻ നബവി എന്ന് പറയുന്നു. ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം, അത് ലോകത്ത് ഏതു പള്ളിയിലാകട്ടെ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി പോകുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ്റെ സ്ഥാനത്താണ്. അതാണ് അവന് ലഭിക്കുന്ന പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ അവസ്ഥ മറ്റുള്ളവരുടെ സാധനങ്ങളിലേക്ക് നോക്കുന്നവൻ്റെ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടാണ് ഇൽമിൻ്റെ മജ്ലിസിലേക്ക്, ഇൽമു പഠിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ അവന് ജിഹാദിൻ്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ പ്രതിഫലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇൽമു പഠിക്കുന്നതിലൂടെ, നമുക്ക് ഇൽമു പഠിക്കുന്നതിലൂടെ, ഇൽമു കേൾക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരാമെന്ന് പറയുന്നത്. മറ്റൊരു പ്രതിഫലം, എന്തിനാ ഉസ്താദ് എല്ലാ ദിവസവും ഇത്രയും ക്ലാസ്, ഇതിലൂടെ എന്ത് നേടാനായി എന്ന് ചോദിക്കുന്നവർക്ക് അൻ നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹജ്ജിൻ താമ്മത്ത് ഹജ്ജത്തു. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നന്മയുടെ കാര്യം പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി മസ്ജിദിലേക്ക് പോകുന്നവന് ലഭിക്കുന്ന പ്രതിഫലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട് എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ അറിയുന്ന ഫാമിലി ഗ്രൂപ്പുകളിലും ഈ ഹദീസ് ഓരോ ദിവസവും മുടങ്ങാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഷെയർ ചെയ്യുന്നവരുണ്ട്, ഈ ഇൽമു കേൾക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നിങ്ങൾ നോക്ക്. നിങ്ങൾ ഇൽമു പഠിക്കുവാനോ അല്ലെങ്കിൽ അത് കേൾക്കുവാനോ നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നന്മയാണ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, അതിന് അള്ളാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്പൂർണ്ണ ഹജ്ജ് നിർവഹിച്ചാലുള്ള കൂലി പോലെയാണ് നിങ്ങൾക്ക് അള്ളാഹു തരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിപൂർണമായിട്ടൊരു ഹജ്ജിൻ്റെ കൂലിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമു പ്രചരിപ്പിക്കുക, നന്മ പ്രചരിപ്പിക്കുക, നന്മ പഠിപ്പിക്കുക, നന്മയിലേക്ക് പോകുക. ഇതിലൂടെ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം ഇതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ചുറബ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും അള്ളാഹു പരിപൂർണമായി ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുത്തുനബിയുടെ റൗളാ ഷരീഫിൻ്റെ മുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞ് ആ മുത്തുനബിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൽമു പഠിക്ക്, ഇൽമിൻ്റെ മഹത്വം മനസ്സിലാക്ക്. ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം നമ്മുടെ തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പകർന്നു നൽകുക. ഇൽമിനു വേണ്ടി എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ഒരുമിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്തിൻ്റെ സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അവരുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നുപോകാതെ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.